ഹലോ, ഇന്നത്തെ ദിവസം നല്ല വെയിലാണല്ലേ എല്ലായിടത്തും. ഇന്നും മഴക്കൊരു ശമനമുണ്ട്. വേറെ പുറത്തിറങ്ങി നടക്കാനായി. അല്ലെങ്കിൽ പിന്നെ വെയിലായ കാരണം മഴ ആയ കാരണം നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തരില്ല. നമ്മുടെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. മഴയ്ക്ക് മുമ്പ് കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ട് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അതൊക്കെ പിടിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട, നമ്മൾ പാകിയ വിത്തുകളൊക്കെ ഉണ്ട് മുളച്ചൊക്കെ നിൽക്കണേ. തക്കാളി തൈകളുണ്ട്. ഇതൊക്കെ വിത്ത് പാകി മുളച്ചതാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇത് കയ്പൊക്കെ പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ തറിയൊക്കെ വെച്ച് അത് പടർത്താൻ വേണ്ടിയിട്ട് കണ്ട പടർന്നും കൂടി വരുന്നുണ്ട്. അത് കാരണം ചുള്ളലൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. മത്ത നന്നായിട്ട് പടർന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വിത്ത് പാവിയത് തന്നെയാണ്. നമ്മൾ നിറച്ചും പൂവിട്ടിട്ടുണ്ട് ആൾ. വെണ്ടമൊക്കെ പൂ വരുന്നുണ്ട് നിറച്ചിട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. അത് ചേട്ടൻ കൊണ്ട് വെച്ചൊരു ചെടിയാണ്. പൂവിൻ്റെ ആണോ വല്ല കായിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. ആൾ പണി സ്ഥലത്തുനിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. വെണ്ടക്കയും തക്കാളിയാണ് കൂടുതലായിട്ട് പിടിച്ചിട്ടുള്ളത് കേട്ടോ. വെണ്ടമ്മൊക്കെ നിറച്ചും പൂ വിടുന്നുണ്ട്. ഈ വെണ്ടമ്മ ഒരു വെണ്ടക്കായും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇത് മോന് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം നെല്ലിയുടെ ഒരു തൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാകെ ശോഷിച്ച് നിന്നാണ്. മഴ പെയ്തോടുകൂടി ആൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. കണ്ട, വളരട്ടെ അല്ലേ. 2 മാങ്ങ വീണെടുക്കുന്നുണ്ട് നമ്മളെ മാവും വന്ന്. അടുത്ത് വീണതാണ്. ഞങ്ങി നമ്മൾ പണ്ട് ചെയ്തിരുന്നതല്ലേ, ചേമ്പിൻ്റെ ഇലയിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലേ. നൊസ്റ്റാൾജിയ. പ്ലാവ് മുറിച്ചക്ക അടിയിലുണ്ടായിരുന്നു, ചീഞ്ഞ് പോയി. 2 കൂടെ മേലയിലുണ്ട്. ഇനി അതെന്താവും അറിഞ്ഞൂടാ. കുറ്റിക്കുരുമുളകെന്നും പറഞ്ഞിട്ട് ഒരു തൈ മേടിച്ച് വെച്ച്, കുറ്റിക്കുരുമുളകാണെന്നും പറഞ്ഞ് വെച്ചിട്ട് ആൾ പടർന്ന് മേലെ പോയി. ഈ കാണുന്ന താട്ടിയും കൂടാൻ കേട്ടോ. 3-4 ആടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പ്. അതിനൊക്കെ വിറ്റ് നിറച്ചും ചെറിയാണ്. ഇതൊക്കെ ചെറിയാണ് കേട്ടോ. നമ്മുടെ അല്ല, വെല്ലുണ്ടാണ്. നമ്മളെ മുറ്റത്താണ്, തൊട്ട് പടിഞ്ഞാപ്പുറം തന്നെ. കണ്ട, വലിയ തോടും ഇവിടെയൊക്കെ തോട് തന്നെയാണ് കേട്ടോ. നിറച്ചും തെങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അത് കാരണം നമുക്ക് ഇവിടെയൊക്കെ നിറയെ പുല്ലുള്ളതിനും ദേവുവിനെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിരിക്കുന്നത്. കണ്ട, ദേവു ഗർഭിണിയാണ് കേട്ടോ. ഇപ്പം 8 കഴിഞ്ഞ് ഇന്നക്ക് 9 തുടങ്ങിയിട്ടുണ്ട്. 4 പശു ഉണ്ടായിരുന്നു നമ്മളെ. അച്ഛന് പ്രായമായിക്കൊണ്ടിരിക്കുകയല്ല. അച്ഛന് അവളെ പിന്നാലെ ഓടാൻ പറ്റണില്ല. 4 പേരും ഭയങ്കര ഓട്ടക്കാരായിരുന്നു. അച്ഛന് ഈ തോട്ടിയിലൊക്കെ വീണിട്ടുണ്ട് അവരെ പിന്നാലെ ഓടിയിട്ട്. അപ്പം അത് കാരണം 3 ആളെ കൊടുത്തെങ്കിൽ ഇയാളും കൂടെ ഉള്ളു. ഇയാൾ ഗർഭിണിയുള്ള കാരണം ഞങ്ങൾ കൊടുക്കാണ്ടാണ് കേട്ടോ. അത് നമുക്കൊരു വിഷമാവും. തൊഴുത്ത് 3-4 പശു ഉണ്ടായിരുന്നു. അതിനെ വലിയ തൊഴുത്തായിരുന്നു കേട്ടോ. അച്ഛനോല ചീന്തണ്ടിന്ന്. അച്ഛാ ഒരു ഹായ് പറഞ്ഞ അച്ഛാ. ആ, അച്ഛനോല ചീന്തണ്ട. തൊഴുത്ത് കഴുകാനായിട്ടേ ഈ ചൂല് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ചൂലിൻ്റെ ഇറുക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അച്ഛൻ പുതിയതായിട്ട് ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് ഇട്ടത്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.